ഞാൻ ഇവളുടെ മുന്നിൽ തൊഴുതു നിന്ന് അനുഗ്രഹം വാങ്ങാനോ അതൊന്നും നടക്കുന്ന കാര്യമല്ല. നീ വന്നേ. മമ്മി കൈ വിടുന്നുണ്ടോ? നോ. ഇവിടെ ഇപ്പൊ പ്രധാനം ചടങ്ങാണ് ഗാഥ. അഹങ്കാരം കാണിച്ച് വെറുതെ ദൈവദോഷം വരുത്തി വെക്കരുത്. അങ്ങനെ ഇവളുടെ അനുഗ്രഹം കിട്ടിയിട്ട് എനിക്ക് പൂജയിൽ പങ്കെടുക്കണ്ട. നീ ഇങ്ങ് വന്നേ. ഇങ്ങ് വന്നേ. എന്താ നീ ഇവിടെ കൃഷ്ണനെ നോക്കണ്ട. ഇത് ഈശ്വര കാര്യല്ലേ, അത് മാത്രം നോക്കിയാ മതി. നോക്ക്, വെറുതെ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത്. ഞാൻ പറയുന്ന കേക്ക്. മോളെ, നിന്റെ മനസ്സിലെ ഈഗോ ഒന്ന് തൽക്കാലം മാറ്റിവെക്ക്. ഇങ്ങ് വന്നേ. ചെല്. സിനി, ഗാഥ ദക്ഷിണ കൊടുക്ക. വാ. തിരുമേനി, പൂജയ്ക്ക് വന്ന പെൺകുട്ടികളിൽ ഒരാൾക്ക് നമ്മുടെ നാഗക്കളം ഒരുക്കാമെന്ന കുട്ടിയുടെ അതേ ചായ. ഞാനും അത് ശ്രദ്ധിച്ചു. കണ്ടാൽ ഒരുപോലെ തന്നെ. അവര് കുടുംബക്കാരാണോ? എന്തായാലും പൂജ കഴിയട്ടെ, സംശയത്തിന് നിവൃത്തി വരുത്താം. പറഞ്ഞതല്ലേ ഞാനിതൊക്കെ. എനിക്കറിയായിരുന്നു ഇതൊക്കെ തന്നെ സംഭവിക്കുന്നു. മാഡം, ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. നമുക്ക് ചേച്ചിയോട് ഞാൻ ചോദിച്ചോ? അഭിപ്രായം വേണമെങ്കിലേ അങ്ങോട്ട് ഞാൻ ചോദിക്കും. അതിനു മുന്നേ മിണ്ടിപ്പോയാലേ നോക്ക് ഞാൻ പിഴുതെടുക്കും. മോളെ, നമ്മൾ ആരും ഇത് പ്രതീക്ഷിച്ചതല്ലോ. മമ്മിയോട് ഞാൻ പറഞ്ഞതല്ലേ അവള് പൊട്ടിപ്പറപ്പെട്ട് ഇങ്ങോട്ട് എത്തുന്നു. ഞാനും നവീനും പൂജയ്ക്ക് വരുന്ന കാര്യം അറിഞ്ഞ് ഇത് മുടക്കാൻ അവള് മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാ. ഈ പൂജയുടെ കാര്യം കൃഷ്ണ അറിയാനായിട്ട് ഒരു വഴിയില്ല. നീ എന്നെ ഒന്ന് വിശ്വസിക്കൂ.